നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ പുഴയ്ക്ക് സമാന്തര പാലം നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുത്തതിന്റെ നഷ്ടപരിഹാര തുക മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. വടക്കൻ കേരള തീരത്ത് പുതിയ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. NDAക്കെതിരായ CPM ഭീഷണി വെച്ചുപൊറുപ്പിക്കില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പാണഞ്ചേരി സ്വദേശി തെക്കൂട്ട് രഘുനാഥ് ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കി. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ സമാന്തര പാല നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ നഷ്ടപരിഹാര തുക വിതരണം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കാലടി ചീരമ്മൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന പുത്തൂരിലെ സമാന്തര പാലത്തിനായി 0.09 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് റോഡിന്റെ വീതി കൂട്ടുവാനായി തീരുമാനിച്ചത്. ആ സന്ദർഭത്തിലാണ് പുത്തൂർ പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കേണ്ട ആവശ്യകത ഉയർന്നു വന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാനും സാധിച്ചു. നഷ്ടപരിഹാരമായി കിഫ്ബി അനുവദിച്ച 2.44 കോടി രൂപയാണ് വിതരണം ചെയ്തത്. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനേഷ്, ADMT മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PS സജിത്, ലിബി വർഗീസ്, CPI ലോക്കൽ സെക്രട്ടറി TS മുരളീധരൻ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അതോടൊപ്പം നിലനിൽക്കുന്ന ആളുകളുടെ ഭൂമിയൊക്കെ കയറി ചെയ്യുമ്പോൾ സർക്കാരിന് ഏത് ഭൂമിയും ഒക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ എടുക്കാനേ ഞങ്ങൾ ആലോചിച്ചില്ല. ഇപ്പം തന്നെ 3 പേർക്ക് അക്വസിഷന്റെ ഭാഗമായിട്ടുള്ള നഷ്ടപരിഹാരം തുകയും 3 പേർക്ക് RR പാക്കേജ് അനുവദിച്ചുകൊണ്ടുള്ള നഷ്ടപരിഹാര തുകയും, അങ്ങനെ 6 പേരുടെ പേർക്ക് കൈമാറാനെന്ന് ഉറപ്പ് വന്ന് തുക തീരുമാനിച്ച് തുക അടച്ചതിന് ശേഷം അവാർഡ് പാസ്സാകാനുള്ള ഒരു മാസം ഉണ്ടായിരുന്നു. വേഗതയിലാകണം എന്നുള്ളത് മനുഷ്യരൊക്കെ ആഗ്രഹമായതുകൊണ്ട് ആ 6 ആളെയും വിളിച്ചു ചേർത്ത് അഡ്വാൻസ് പൊസഷൻ എടുത്ത് നമുക്ക് ആരംഭിക്കാമോ എന്ന് ഞങ്ങൾ ആലോചിച്ചാണ് അതിനുവേണ്ടി സ്റ്റേറ്റ് തലത്തിൽ തന്നെ ഒരു യോഗം നടത്തിയതാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ മാനസികാവസ്ഥ ഇങ്ങനെ വേണ്ടതുപോലെ ഉയർന്നു വരാത്തതിനാൽ അതിന് സാധ്യതയില്ല. പോട്ടെ, അതിൽ പ്രയാസമുള്ളതേക്കില്ല. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കൃത്യമായ പണം കൊടുത്തു തന്നെയാണ് ആ പ്രവർത്തനം നടത്താൻ വേണ്ടി നിശ്ചയിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ശ്രീനാരായണ മണ്ഡപം കമ്മിറ്റിയുടെ ഒരു സ്ഥലമാണ്. 16 ആളുകൾ അതിന്റെ ബോർഡ് മെമ്പർമാരായിട്ട് ഉൾപ്പെടെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. 9.14 സെന്റാണ് ആകെ അതിന്റെ ഭാഗമായി അവർക്കുള്ള സ്ഥലം. അതിപ്പോ കിടക്കുന്നത് നിലത്തിന്റെ പ്രിവ്യൂലാണ്, അല്ലേ? നിലത്തിന്റെ പ്രിവ്യൂലാണ്. എന്നിട്ടും ആ സംഘത്തിന് ഇപ്പോൾ ചില കേസുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളത് കൊണ്ട് കോമ്പറ്റന്റ് അതോറിറ്റി എന്ന നിലയിൽ കോടതിയിൽ ആ തുക ഇപ്പോൾ കെട്ടിവെക്കുകയാണ്. കോടതിയിൽ കെട്ടിവെക്കുന്ന തുക 1,28,63,809 രൂപയാണ്. ആ പണം കേവലം 9.4 സെന്റുള്ള ഭൂമിക്ക് ആ പണം നൽകി ആ സ്ഥലം ഏറ്റെടുക്കാണ് കോമ്പറ്റന്റ് അതോറിറ്റി ഇതിനകം കെട്ടിവെച്ചത്. വടക്കൻ കേരള തീരത്ത് പുതിയ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതായി മന്ത്രി കെ രാജൻ. ഓഗസ്റ്റ് 3 വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി. നിലവിൽ 2 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുന്നതെന്നും ഓഗസ്റ്റ് 3 വരെ ഇത്തരത്തിൽ മഴ തുടരുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുന്നും മലകളും
മഴയിൽ കുതിർന്നിരിക്കുന്നതിനാൽ അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. അടിയന്തര സാഹചര്യം നേരിടാൻ എല്ലാ ജില്ലകൾക്കും 1 കോടി രൂപ വീതം അനുവദിച്ചതായും ദുരന്തബാധിത വില്ലേജുകൾക്ക് 25,000 രൂപ വീതം അനുവദിക്കുവാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷേ നമുക്കതിനകത്ത് ഒരു പ്രയാസം കൂടി ഉണ്ടാകുന്നത് വടക്കൻ കേരളത്തിൻ്റെ തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ പുതിയതായി ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപപ്പെട്ടു. ഈ 2 പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഓഗസ്റ്റ് 3 വരെ മഴയ്ക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഈ നിമിഷത്തിൽ നമ്മുടെ COC പരിശോധിക്കുമ്പോൾ സാഹചര്യം പൊതുവിൽ തണുത്ത് നിൽക്കുകയാണ്. വലിയൊരു അപകടത്തിൻ്റെ ലാഞ്ചനകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ 2 പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്ന സാഹചര്യത്തിൽ നല്ല കരുതലോടുകൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒഡീഷ ആന്ധ്രാപ്രദേശ് തീരത്തുണ്ടായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ ആന്ധ്രാപ്രദേശ് തീരത്തിൻ്റെ സമീപത്ത് കൂടിയിട്ടുള്ള ന്യൂനമർദ്ദം അത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതോടൊപ്പം വടക്കൻ കേരളം മുതൽ ഗുജറാത്ത് തെക്കൻ ഗുജറാത്തിൻ്റെ തീരം വരെ രൂപപ്പെട്ട ന്യൂനമർദ്ദം 10 കൂടിയാകുമ്പോൾ നല്ല ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടുള്ള മുന്നറിയിപ്പ്. 12 മണിക്കൂറിനുള്ളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറാനുള്ള സാധ്യതയും 24 മണിക്കൂറിനുള്ളിൽ ഒഡീഷ തീരത്ത് കരയിലേക്ക് അത് പ്രവേശിക്കാനുള്ള സാധ്യതയും പ്രവചിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ തീരപ്രദേശങ്ങളിൽ നല്ല ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ കളക്ടർമാരുടെ യോഗത്തിന് പുറമെ എല്ലാ ദിവസവും രാവിലെ കളക്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് അതത് ദിവസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. രാവിലെ 10-ന് സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റ് ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു. കളക്ടറായിരുന്ന വി.ആർ. കൃഷ്ണതേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി അദ്ദേഹം പറഞ്ഞു. ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചുള്ള ഇടപെടലുകൾ നടത്തും. പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കും. തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും. നിലവിൽ കാലവർഷത്തോടനുബന്ധിച്ചുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമഗ്ര വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ജീവനക്കാരുടെ സഹകരണവും പിന്തുണയും ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമായിരുന്നു. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ, ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ, അട്ടപ്പാടി നോഡൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല, റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി, സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ, ഹൌസിംഗ് ബോർഡ് സെക്രട്ടറി, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് BTech ബിരുദം കരസ്ഥമാക്കിയ ഇദ്ദേഹം ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ്. പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ്. ഡോക്ടർ അനുവാണ് ഭാര്യ. ആദ്യമായി തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിന് ജോയിൻ ചെയ്യുമ്പം വളരെ സന്തോഷവും പ്രതീക്ഷയുണ്ട് ഒരുപാട്. അപ്പം ജില്ലയിലെ പ്രത്യേകിച്ച് ഇന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട്. കൂടാതെ തന്നെ ഇവിടുത്തെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. കൂടാതെ തന്നെ നമ്മുടെ സുതാര്യമായിട്ടുള്ള ഒരു ജില്ലാ ഭരണ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട സേവനങ്ങൾ സമയബന്ധിതമായും കൃത്യമായിട്ടും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഇത് മുമ്പുള്ള കളക്ടേഴ്സിന് കൊടുത്ത പോലത്തെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്കും ലഭ്യമാകണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. തൃശ്ശൂർ പൂരം ഞാൻ നേരിട്ട് വന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ മുമ്പ് ഒറ്റപ്പാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് സബ് കളക്ടറായിട്ട്. അപ്പോൾ ആ സമയത്ത് പല കാര്യങ്ങൾക്കും തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യം വരുന്നത് പൂരം തന്നെയാണ്. വരുന്ന വർഷങ്ങളിൽ പൂരം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതെ അതെ
നമ്മളിപ്പം വെൽ എക്വിപ്ഡ് ആണ്, ഓൾറെഡി സിസ്റ്റം ഉണ്ട്. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂംസ് പ്രവർത്തിക്കുന്നുണ്ട് 24 മണിക്കൂറും. പിന്നെ ജില്ലാ കളക്ടറേറ്റിലും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എല്ലാ സ്റ്റാഫും ഉണ്ട്, സിസ്റ്റംസ് ഇൻ പ്ലേസ് ആണ്. നമ്മൾ ഇന്ന് അടിയന്തരമായിട്ടുള്ള യോഗവും വിളിച്ചിട്ടുണ്ട്. മഴയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ഇനി എന്താണ് സ്വീകരിക്കാനുള്ള എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യോഗം നമ്മൾ വൈകിട്ട് വിളിച്ചിട്ടുണ്ട്. അതെ അതെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും നല്ല പ്രയോറിറ്റി കൊടുക്കും. എന്തായാലും കുറച്ച് സമയം വേണം, കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. തൃശ്ശൂർ ആക്ച്വലി കേരളത്തിലെ ലൈക്ക് അതിനെ ആദ്യം ഞാൻ പറഞ്ഞില്ല, ഏറ്റവും നല്ലൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും ഉണ്ട് ഈ ജില്ലയിലോട്ട് വരുമ്പോൾ. എല്ലാവരുടെ ഭാഗത്തു നിന്നും ആ ഒരു സഹകരണവും സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നടത്തറ പഞ്ചായത്ത് കൂട്ടാല 157 നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമെന്ന ജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുന്നത്. ഇതിനായി ഒല്ലൂർ MLA കെ രാജന്റെ മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ അംഗൻവാടി കെട്ടിടം പണി കഴിപ്പിക്കുന്നത്. കൂട്ടാല അംഗൻവാടി പരിസരത്ത് നടത്തിയ ചടങ്ങിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ER പ്രദീപ്, KJ ജയൻ, TP മാധവൻ, മിനി വിനോദ്, ജിനിത സുഭാഷ്, വാർഡ് മെമ്പർ ദീപ അനീഷ്, ICDS സൂപ്പർവൈസർ സുരഭി, അംഗൻവാടിക്കു വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ഷിജു വെളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി മേഖലകൾക്ക് സമീപമുള്ള കരിങ്കൽ ക്വാറികളുടെ ഖനനാനുമതിക്ക് ഇനി വനം വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിക്കും. സംരക്ഷിത വനാതിർത്തിയിൽ നിന്നും ക്വാറിയിലേക്കുള്ള ദൂരം സംബന്ധിച്ച് വനം വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകണം അപേക്ഷകളിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗത്തിന് വ്യവസായ വകുപ്പ് നിർദ്ദേശം നൽകി. സംരക്ഷിത വനാതിർത്തിയിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ ഖനനം പാടില്ലെന്ന് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നിലവിലുണ്ട്. വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ പാർക്കുകൾ, സംരക്ഷിത ജൈവ മണ്ഡലങ്ങൾ എന്നിവയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികൾ, ക്രഷറുകൾ എന്നിവയുടെ ദൂരപരിധി സംബന്ധിച്ച് പലയിടത്തും വനം വകുപ്പുമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. പീച്ചി വനാതിർത്തിയിലെ ചൂലന്നൂർ മേഖലയിൽ ഇത്തരം ക്വാറികൾക്കും ക്രഷറുകൾക്കും എതിരെ വനം വകുപ്പിന്റെ പരാതി നിലവിലുണ്ട്. സംസ്ഥാനത്തെ 14 വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ പാർക്കുകളുടെയും സംരക്ഷിത മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കരിങ്കൽ ക്വാറികളും ക്രഷർ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. പാരിസ്ഥിതിക അനുമതിക്കായി കാത്തിരിക്കുന്നവയിൽ വനം വകുപ്പിന്റെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ഇടപെടൽ മൂലം താൽക്കാലികമായി പ്രവർത്തനം നിർത്തിയ ക്വാറികളുണ്ടെന്നും വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. GPS സംവിധാനമാണ് പരിസ്ഥിതി സചേതന മേഖലകളിൽ നിന്ന് ക്വാറികളിലേക്കുള്ള ആകാശദൂരം അളക്കുവാൻ വനംവകുപ്പ് ഉപയോഗിക്കുന്നത്. ഈ രീതിക്കെതിരെ ക്വാറി നടത്തിപ്പുകാർക്ക് പ്രതിഷേധവുമുണ്ട്. SNDPക്കെതിരായ CPM ഭീഷണി വെച്ചു പൊറുപ്പിക്കില്ലെന്ന് K സുരേന്ദ്രൻ. SNDPക്കും മറ്റ് ഹിന്ദു സംഘടനകൾക്കുമെതിരെ CPM ഭീഷണി തുടരുകയാണെന്നും ഇത് വെച്ചു പൊറുപ്പിക്കുവാൻ സാധിക്കില്ല എന്നും BJP സംസ്ഥാന അധ്യക്ഷനും NDA സംസ്ഥാന ചെയർമാനുമായ K സുരേന്ദ്രൻ. മുസ്ലിം വോട്ടിനു വേണ്ടി നിലവാരമില്ലാത്ത ഇടപെടലാണ് CPMും മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും NDA സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ചില ക്രൈസ്തവ സംഘടനകളെയും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിനെതിരായി ശക്തമായ ഐക്യനിര കെട്ടിപ്പടുക്കും. NDA മുന്നണിക്ക് പിന്തുണ നൽകിയതിന്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ അനുവദിക്കില്ല. ഈഴവ സമുദായത്തിൽ വലിയ മാറ്റം പ്രകടമാണ്. 2016 വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയും BDJSന്റെ രൂപീകരണവും അതിനെ തുടക്കം കുറിച്ചു. വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്നും ആരും കരുതേണ്ടതെന്നും സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ കർണാടക സർക്കാർ നീതിപൂർവമായല്ല പെരുമാറുന്നത്. കർണാടക സർക്കാർ കേരളത്തോട് വിദ്വേഷപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മണ്ണിനടിയിൽ പെട്ടുപോയ വാഹനത്തെയും അതിൽ കുടുങ്ങിയവരെയും സംരക്ഷിക്കുവാൻ കർണാടക സർക്കാരിന്റെ വിവിധ ഏജൻസികളോട് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും അവർ എടുത്തില്ല. കർണാടക പോലീസിന്റെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയുണ്ടായെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചു. അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുവാൻ കർണാടകയിലെ ഫയർഫോഴ്സ് തയ്യാറായില്ല. കർണാടകയിലെ സംവിധാനങ്ങളൊന്നും ഇടപെട്ടില്ല. ഇപ്പോൾ ഈ 4ാമത്തെ ദിവസമാണ് അവർ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കുവാൻ തയ്യാറായത്. തൊഴിൽ മേഖലയിൽ കനഡികരല്ലാത്തവരോട്
വിവേചന നിലപാട് സ്വീകരിക്കുകയാണ് കർണാടക സർക്കാർ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായാണ് കർണാടകക്കാർക്ക് പ്രത്യേക തൊഴിൽ സംവരണം കൊണ്ടുവന്നത്. അന്യസംസ്ഥാനക്കാരെ ആട്ടിയോടിക്കുവാനുള്ള മണ്ണിന്റെ മക്കൾ വാദമാണ് കോൺഗ്രസ് സർക്കാർ ഉയർത്തുന്നത്. 30 ലക്ഷം മലയാളികളെ ഈ നിയമം ബാധിക്കും. ശക്തമായ എതിർപ്പുയർന്നതുകൊണ്ടാണ് സർക്കാർ താൽക്കാലികമായി ഈ നിയമം മരവിപ്പിച്ചത്. KC വേണുഗോപാലിനെ പോലെയുള്ളവരാണ് അവിടുത്തെ കോൺഗ്രസിന്റെ ചുമതലയുള്ളവർ. സംസ്ഥാനത്തെ 2 മുന്നണികളും ഇതിനോട് പ്രതികരിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെടണം. LDF എന്താണ് പ്രതികരിക്കാത്തത്? കർണാടക സർക്കാരിന്റെ ഈ തെറ്റായ നടപടിക്ക് എതിരായി ശക്തമായ പ്രചാരണവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഈ മാസം 24-ന് തിരുവനന്തപുരത്ത് NDA പ്രക്ഷോഭം സംഘടിപ്പിക്കും. വിശ്വാസയോഗ്യമായ 3ാം ബദലിനെ കേരളത്തിൽ കളമൊരുക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം ഇരുമുന്നണികൾക്കും വലിയ അങ്കലാപ്പാണുണ്ടാക്കിയിരിക്കുന്നത്. LDFും UDFും അല്ലാത്ത ഒരു ബദലിനെ കേരളം വോട്ട് ചെയ്തു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ജനം കേട്ടു. NDA പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് മുന്നണി പ്രവർത്തിക്കുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന സ്വകാര്യ ടെലികോം കമ്പനികളുടെ അന്യായമായ നിരക്ക് വർധനയ്ക്കെതിരെ AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ യോഗം നടത്തി. AIYF ജില്ലാ സെക്രട്ടറി സഖാവ് പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ അടിസ്ഥാന ആശയങ്ങളിലൊന്നായ ആശയവിനിമയത്തിൽ പോലും കൊള്ളലാഭം കൊയ്യാൻ സ്വകാര്യ കമ്പനികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ കടുത്ത ജനദ്രോഹമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AIYF തൃശൂർ മണ്ഡലം സെക്രട്ടറി GM അഖിൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് CB ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI ഒല്ലൂക്കര ലോക്കൽ സെക്രട്ടറി PS ബാബു, AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ വിപിൻ ചന്ദ്രൻ, ശലഭ ഗോപിനാഥ്, TK രാജേഷ്, അനൂപ് ആന്റണി, KK സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന്
ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ശക്തമായ കാറ്റിൽ മാന്നാമംഗലം ചെന്നായി പാറയിൽ മരം കടപുഴകി വീണു. 2 വീടുകൾക്ക് നാശനഷ്ടം. വെള്ളിയാഴ്ച വൈകിട്ട് 4:30യോടെയാണ് മാന്നാമംഗലം ചെന്നായി പാറയിൽ ഉണ്ടായ ശക്തമായ കാറ്റിൽ 2 വീടുകൾക്ക് മുകളിലേക്ക് മരം വീണത്. പുത്തൂർ പഞ്ചായത്ത് 6-ാം വാർഡ് ചെന്നായിപ്പാറ സ്വദേശികളായ പനഞ്ചോത്ത് രവീന്ദ്രൻ, വടക്കേപ്പുറത്ത് മോഹനൻ എന്നിവരുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഇതിൽ രവീന്ദ്രന്റെ ഓടുമേഞ്ഞ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. മോഹനന്റെ വീടിന്റെ ചിമ്മിനിയുടെ ഒരു ഭാഗവും ശുചിമുറിയും തകർന്നു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മണ്ണുത്തി കോൺഗ്രസ് ഭവനിൽ വെച്ച് നടത്തിയ ഉമ്മൻചാണ്ടി സ്മൃതി സന്ധ്യ മുൻ ഒല്ലൂർ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം കേരളത്തിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു. ഇന്നുള്ള ഭരണാധികാരികൾ ജനങ്ങളോട് പെരുമാറുന്ന രീതി കാണുമ്പോൾ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും ജ്വലിച്ചുയരുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി തന്റെ ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും തന്റെ നാടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുമുള്ള കാര്യങ്ങൾക്ക് ഉത്തമ മാതൃകയായി ഉമ്മൻചാണ്ടി എന്നും ചരിത്രത്തിൽ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല എന്നും MP വിൻസെന്റ് പറഞ്ഞു. കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ ലീലാമ തോമസ്, MU മുത്തു, ബാബു തോമസ്, ബിന്ദു കാട്ടുങ്കൽ, ജിന്നി ജോയ്, സുശീല രാജൻ, മിനി നിജോ, അപർണ പ്രസന്നൻ തുടങ്ങി കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ, പോഷക സംഘടനകളുടെ ഭാരവാഹികൾ, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മുൻചാണ്ടിയില്ലാത്ത ഒരു വർഷം നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ ഏറ്റവും വികാരപരമായ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ വില മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി കാണുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇന്ത്യയിൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത ഏറ്റവും ദീർഘദൈർഘ്യം കൂടിയ ഒരു മരണാനന്തര യാത്രയായിരുന്നു തിരുവനന്തപുരത്ത്. കോട്ടയത്ത് എത്തിച്ചേരാൻ സമയമെടുത്തു. വഴിയിൽ മുഴുവൻ വളരെയധികം ജനാവലികൾ ജ്യോതിശാസ്ത്ര പരിഷത്ത് 44-ാം വാർഷിക സമ്മേളനം ജൂലൈ 21-ന് 10 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ ജില്ലാ ജഡ്ജി TK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA തേറമ്പി രാമകൃഷ്ണൻ അധ്യക്ഷം വഹിക്കും. ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മുൻ MLA TV ചന്ദ്രമോഹൻ, ഡോക്ടർ KN സത്യനാഥൻ, പൂർണിമ സുരേഷ്, D മൂർത്തി തുടങ്ങിയവർ സംസാരിക്കും. ജ്യോതിഷ സെമിനാർ PK ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ജ്യോതിഷ പണ്ഡിതന്മാർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ KS പീതാംബരൻ, പൊറക്കാട് നാരായണൻ, MK മധു, ശക്തിധരൻ എരങ്ങേടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് റൈസ് വിതരണം മാണിക്കത്തറ പഞ്ചായത്തിൽ നടന്നു. മാണിക്കത്തറ സ്കൂൾ പരിസരത്തും ചരക്കേക്കോട് മഹാത്മാ ക്ലബ് പരിസരത്തുമാണ് നടന്നത്. പഞ്ചായത്തിൽ ആദ്യ വിൽപ്പന കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് നടുവിലവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വിശ്വനാഥൻ, മണ്ഡലം സെക്രട്ടറി അരുൺ ദിവാകരൻ തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി. കിലോയ്ക്ക് 29 രൂപ വില വരുന്ന പൊന്നി ഇനത്തിൽപ്പെട്ട അരിയാണ് വിതരണം ചെയ്തത്. വിലക്കയറ്റം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമാണ് മോദി സർക്കാർ നടപ്പിലാക്കിയ ഭാരത് റൈസ് എന്ന പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിലേക്ക് എത്തുന്ന ഭാരത് റൈസ് എന്ന് പ്രശാന്ത് നടുവിലവളപ്പിൽ അഭിപ്രായപ്പെട്ടു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജുവല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി
തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വീണ്ടും വാർത്തയിലേക്ക്. കരുണം കൂട്ടായ്മ ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കരുണം കൂട്ടായ്മ ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന വിഷയത്തിന് ആസ്പദമാക്കി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ജോൺ ജോബി 1ാം സ്ഥാനവും ചെമ്പൂക്കാവ് ഹോളി ഫാമിലി HSSലെ പി ദേവിനന്ദന 2ാം സ്ഥാനവും മുക്കാട്ടുകര സെന്റ് ജോർജസ് LP സ്കൂളിലെ ഹെവൻ ലിയോൺ ബി ഷാനിൻ 3ാം സ്ഥാനവും ചെമ്പൂക്കാവ് ഹോളി ഫാമിലി HSSലെ ജാസ്മിൻ AJ VD ധന്യയും പ്രോത്സാഹന സമ്മാനങ്ങളും കരസ്ഥമാക്കിയെന്ന് കരുണം കൂട്ടായ്മ ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, കൺവീനർ ശശി നെട്ടിശ്ശേരിയും അറിയിച്ചു. പ്രിയ കൂട്ടുകാരെ, ഒരു മനുഷ്യ സ്നേഹി എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, കൊച്ചിൻ മെട്രോ, സ്മാർട്ട് സിറ്റി, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വികസനങ്ങളാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളാണ്. അതിവേഗം ബഹുദൂരം, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. കേരളത്തിന്റെ വികസനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത വ്യക്തി നമ്മുടെ ഉമ്മൻചാണ്ടി. ഇന്നും അദ്ദേഹം നമ്മുടെ ജനഹൃദയങ്ങളിൽ കുടികൊള്ളുന്നു. കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ജനപ്രിയനായ മുഖ്യമന്ത്രിയുടെ അല്ല, മനുഷ്യസ്നേഹിയായ ഭരണാധിപന്റെ ഓർമ്മ ദിനം. അതെ, നമ്മുടെ കുഞ്ഞുകുഞ്ഞ് നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ് 1 വർഷം തികയുകയാണ്. ഇന്നും ആയിരങ്ങൾ ആ കുഴിമാടത്തിൽ ഓർമ്മ പുതുക്കുവാൻ എത്തുന്നുണ്ടെങ്കിൽ, മഞ്ഞുപോലെ എല്ലാം മാഞ്ഞു പോകുന്ന ഇക്കാലത്തും ഒരുപാട് പേർ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ നിറസാന്നിധ്യമായി മാറിയതിന്റെ തെളിവ്. മുടി കൃത്യമായി നിർബന്ധമില്ലാത്ത നേതാവ്, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, അതിൽ എന്നും ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ച ഉമ്മൻചാണ്ടി എന്ന ജനനായകൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചുടയ്ക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇരിഞ്ഞാലക്കുടയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി യദു കൃഷ്ണൻ സ്വാഗതം ചെയ്യുകയും ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അക്ഷയ് തുടങ്ങിയവർ പങ്കെടുത്തു. യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തിയ റോഡിലെ വൻമരം മുറിച്ചു നീക്കി. നടപടി കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന്. കുണ്ടുകാട് അമ്പലപ്പാടി റോഡിലേക്ക് അപകടകരമായി നിന്നിരുന്ന വൻമരമാണ് കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മുറിച്ചു നീക്കിയത്. ഏതു നിമിഷവും റോഡിലേക്ക് മറിഞ്ഞു വീഴാവുന്ന തരത്തിലാണ് മരം നിന്നിരുന്നത്.
ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന മരത്തിന് സമീപത്തോടെയുള്ള യാത്രയും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലായിരുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അധികാരികളും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. പാണഞ്ചേരി തെക്കൂട്ട് രഘുനാഥിന്റെയും സുഷമയുടെയും മകനായ സൂരജ് ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കി. വെല്ലുവിളി നിറഞ്ഞ കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കുക എന്നത് ലോകമെമ്പാടുമുള്ള പർവ്വതാരോഹകരുടെ ഒരു സ്വപ്നമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരമുള്ള താൻസാനിയയിലെ കിളിമഞ്ചാരോ 6 ദിവസം കൊണ്ടാണ് 5895 മീറ്റർ ഉയരമുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഉഹ്റു കൊടുമുടി പർവ്വതാരോഹകനും സാഹസിക സഞ്ചാരിയുമായ പാണഞ്ചേരി സ്വദേശി സൂരജ് രഘുനാഥ് കീഴടക്കിയത്. ജൂലൈ 9 മുംബൈ എയർപോർട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചത്. 6 മണിക്കൂർ നീണ്ട യാത്ര ചെയ്ത് താൻസാനിയയിലെ ദാർ എസ്സലാം വിമാനത്താവളം എത്തുകയും അവിടെ നിന്ന് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കിളിമഞ്ചാരോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ട്രെക്കിംഗ് ആരംഭിച്ചു. കിളിമഞ്ചാരോ കീഴടക്കുവാൻ സാധിക്കുന്ന 5 വഴികളിലെ അതികഠിനവും അപകടങ്ങൾ നിറഞ്ഞതുമായ മഞ്ചാമേ ക്യാമ്പ് വഴിയാണ് സൂരജ് തിരഞ്ഞെടുത്തത്. 1-ാം ദിവസം മോഷിയിൽ നിന്ന് ആരംഭിച്ച് 3010 മീറ്ററിലെ മഞ്ചാമേ ക്യാമ്പിലും പിന്നീട് 3845 മീറ്റർ ഉയരമുള്ള അതികഠിനമായ കുത്തനെയുള്ള പാറയിലൂടെ ക്ലൈംബ് ചെയ്ത് ഷീര കേവ് ക്യാമ്പിലും തുടർന്ന് ബറാങ്കോ ക്യാമ്പും ബരാഫു ക്യാമ്പും പിന്നിട്ട് 4800 മീറ്റർ ഉയരത്തിൽ ഭിത്തി പോലെ നിൽക്കുന്ന ബറാഗോ വാൾ എന്നു പേരുള്ള കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഇരുവശങ്ങളിലും അഗാധമായ കൊക്കയുള്ള അതിസാഹസികവും ഭയാനകവുമായ അപകടങ്ങൾ നിറഞ്ഞ ഒരു കാലടി വയ്ക്കാൻ മാത്രം വീതിയുള്ള വഴിയിലൂടെ നടന്നുവേണം ട്രെക്ക് ചെയ്യാൻ. 5-ാം ദിവസം രാത്രി 10 മണിക്ക് ബേസ് ക്യാമ്പിൽ നിന്നും ട്രെക്കിംഗ് ആരംഭിക്കുകയും 6-ാം ദിവസം രാവിലെ 5 മണിക്ക് സ്റ്റെല്ല പോയിന്റിൽ ഏകദേശം 5500 മീറ്റർ ഉയരത്തിൽ നിന്ന് കണ്ട സൂര്യോദയം ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭൂതിയായെന്ന് സൂരജ് പറയുന്നു. 10 മണിയോടെ ഉഹ്റു കൊടുമുടി കീഴടക്കി. സൂരജ് സഫിയർ എൻട്രൻസ് കോച്ചിംഗ് സെന്ററിലെ അക്കാദമിക് കൗൺസിലറായി ജോലി ചെയ്യുന്നു. മണ്ണുത്തി കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മൃദുല നിര്യാതയായി. 40 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പുഴയ്ക്ക് സമാന്തര പാലം നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുത്തതിന്റെ നഷ്ടപരിഹാര തുക മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. വടക്കൻ കേരള തീരത്ത് പുതിയ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. NDAക്കെതിരായ CPM ഭീഷണി വെച്ചുപൊറുപ്പിക്കില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പാണഞ്ചേരി സ്വദേശി തെക്കൂട്ട് രഘുനാഥ് ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.